बनाने का चुनाव है। അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിലൂടെ ഏതാണ്ട് 3 കോടി സഹോദരിമാരെ ലക്ഷപതികളായിട്ട് മാറ്റുന്ന തിരഞ്ഞെടുപ്പാണ്. ये चुनाव एग्रीकल्चर, मैन्युफैक्चरिंग और टेक्नोलॉजी तीनों फील्ड में भारत को दुनिया में नंबर 1 बनाने का चुनाव है। അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കാർഷിക രംഗത്തും ഉൽപാദന രംഗത്തും കാറ്റലോഗിന്റെ രംഗത്തും 3 രംഗത്തും ഈ ഭാരതത്തെ ഒന്നാമതാക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ്. ये चुनाव चंद्रयान, मंगलयान और आदित्ययान को सफल करने का चुनाव है। ഈ തിരഞ്ഞെടുപ്പ് ചന്ദ്രയാനെയും മംഗൾയാനെയും അതുപോലെ തന്നെ ആദിത്യയാനെയും യാഥാർത്ഥ്യമാക്കുന്ന തിരഞ്ഞെടുപ്പാണ്. और ये चुनाव केरल को हिंसा से मुक्त करने का भी चुनाव है। അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കേരളത്തെ അക്രമത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പാണ് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ये सो कॉल्ड इंडी अलायंस अब पूरा एक्सपोज हो चुका। इंडी अलायंस के 2 घटक कम्युनिस्ट और कांग्रेस दिल्ली में तो एक मंच पर आते हैं, केरल और बंगाल में आमने सामने लड़ते हैं। इनकी ये लड़ाई नकली लड़ाई है। कम्युनिस्ट और कांग्रेस के बीच में इलू इलू चल रहा है। संभल कर रखना केरल वालों। അതുപോലെ തന്നെ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നവര് അവരെന്താണോ അവരൊരു കാപട്യത്തിന്റെ ആൾക്കാരാണ്. ഇതിന്റെ 2 ഘടകങ്ങള് കോൺഗ്രസ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാര് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്നു എന്നവർ കാണിക്കുന്നു. എന്നാൽ അവര് ഡൽഹിയില് ഒരു സ്റ്റേജിലിരിക്കുന്നു, ബംഗാളിലും അവരെ തമ്മിലടിക്കുന്നു എന്ന് അവർ കാണിക്കുന്നു. ഇവര് 2 പേരും ജനങ്ങളെ ഒരുമിച്ച് നിന്ന് കബളിപ്പിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मुझे बताओ भाइयों, पीएफआई पर बैन रहना चाहिए या नहीं रहना चाहिए? पीएफआई നിരോധിക്കണമോ വേണ്ടയോ നിങ്ങൾ പറയൂ. जरा जोर से बोलो, पीएफआई पर बैन रहना चाहिए या नहीं रहना चाहिए? पीएफआई നിരോധിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ये कम्युनिस्ट और कांग्रेस पार्टी पीएफआई का समर्थन लेते हैं। कांग्रेस पार्टी, एसडीपीआई ने कांग्रेस पार्टी को समर्थन दिया और कम्युनिस्ट पार्टी भी पीएफआई के बैन पर मौन है। मैं केरल की जनता को कहने आया हूं, नरेंद्र मोदी जी को प्रधानमंत्री बनाइए। पीएफआई के त्रास से नरेंद्र मोदी जी पूरे देश को सुरक्षित करना चाहते हैं। भाइयों, सुरक्षित करना। അതുപോലെ തന്നെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ പോപ്പുലർ ഫ്രണ്ടിനെ അവർ സഹായിക്കുകയായിരുന്നു. കോൺഗ്രസ് പാർട്ടിയാണ് എങ്കിലോ പിഎഫ്ഐയുടെ എസ്ഡിപിഐയുടെ പിന്തുണ തരുന്നു, അവരതിനെ എതിർക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരും ആ പിഎഫ്ഐയുടെ ആ പിന്തുണയ്ക്ക് വേണ്ടി നടക്കുകയാണ്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കൂ. ഈ പിഎഫ്ഐ പോലെയുള്ള ഭീകര സംഘടനകളെ ഈ രാജ്യത്ത് വെച്ചുറപ്പിക്കില്ല എന്ന് പറയുവാൻ ആഗ്രഹിക്കുക. मुझे बताइए भाइयों बहनों, कश्मीर हमारा है या नहीं है? കാശ്മീർ നമ്മുടേതാണോ അല്ലയോ? जोर से बोलिए, है या नहीं है? कांग्रेस के नेता कहते हैं केरल और कश्मीर का क्या लेन देन? खड़गे साहब, मैं बताता हूं, न केवल केरल, देश का बच्चा बच्चा कश्मीर के लिए अपनी जान देने के लिए तैयार है, जान देने के लिए। അതുപോലെ തന്നെ കോൺഗ്രസുകാർ ചോദിക്കുന്നു, ഈ കാശ്മീർ കേരളവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുന്നു. ഞാൻ അവരോട് പറയുവാൻ തയ്യാറാണ്, കേരളത്തിലെ ഇവിടുത്തെ ചെറുപ്പക്കാര് കാശ്മീരിന് വേണ്ടി ജീവൻ നൽകുവാൻ ആഗ്രഹിക്കുന്നവരാണ്, തയ്യാറായിട്ടുള്ളവരാണ്. भाई और बहनों, आर्टिकल 370 को कांग्रेस ने 70 साल तक संभाल कर रखा। नरेंद्र मोदी जी ने आर्टिकल 370 को समाप्त कर कश्मीर को हमेशा के लिए भारत का हिस्सा बनाने का काम किया। സുഹൃത്തുക്കളെ,
ആർട്ടിക്കിൾ 370 കോൺഗ്രസ് പാർട്ടി 70 വർഷകാലഘട്ടം അവരെ സംരക്ഷിക്കുകയായിരുന്നു. നരേന്ദ്രമോദി 370-നെ അദ്ദേഹം റദ്ദ് ചെയ്തുകൊണ്ട് കാശ്മീരിലെ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായി എന്നേക്കുമായിട്ട് അദ്ദേഹം മാറ്റുകയുണ്ടായി. नरेंद्र मोदी जी ने देश को आतंकवाद और नक्सलवाद से सुरक्षित करने का काम किया है. നരേന്ദ്രമോദി ഈ രാജ്യത്തെ ഭീകരവാദത്തിൽ നിന്നും അതുപോലെ തന്നെ നക്സൽവാദത്തിൽ നിന്നും സുരക്ഷിതമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. नरेंद्र मोदी जी ने देश के 80 करोड़ गरीबों को गरीबी हटाने का काम नरेंद्र मोदी जी लगातार कर रहे हैं. അതുപോലെ തന്നെ നരേന്ദ്രമോദി ഈ രാജ്യത്തെ 80 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടി നിരന്തരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. नरेंद्र मोदी जी ने पूरे देश भर में लगभग गरीबों को आयुष्मान भारत योजना के तहत 5 लाख तक का स्वास्थ्य का सारा खर्चा नरेंद्र मोदी जी दे रहे हैं. और अल्पव्याम में ही केवल अल्पव्याम में 6,40,000 लोगों को 5 लाख तक का पूरा खर्चा भारतीय जनता पार्टी की. അതുപോലെ തന്നെ നരേന്ദ്രമോദി ഈ രാജ്യത്തെ ദരിദ്രരായിട്ടുള്ള ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആലപ്പുഴയില് ഏതാണ്ട് 6 ലക്ഷം പേർക്ക് ആ രീതിയിൽ ഈ ആയുഷ്മാൻ ഭാരതിന്റെ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. सिर्फ अल्पव्या में 360 करोड़ 360 करोड़ और 201 योजनाएं नरेंद्र मोदी जी अर्बन डेवलपमेंट की अमरूद की लेकर आए हैं. അതുപോലെ തന്നെ ആലപ്പുഴയില് ഇവിടുത്തെ നഗര വികസനത്തിന് വേണ്ടി 360 പദ്ധതികള് അതുപോലെ 201 പദ്ധതികള് നരേന്ദ്രമോദി ആലപ്പുഴയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. पीएम किसान 2,40,000 किसानों को हर साल 6,000 रुपया का चेक नरेंद्र मोदी जी ने दिया है. അതുപോലെ PM കിസാന്റെ അടിസ്ഥാനത്തിൽ 2,44,000 കർഷകർക്ക് ആലപ്പുഴയിൽ 6,000 രൂപ വെച്ച് നരേന്ദ്രമോദി ഒരു വർഷം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. सिर्फ एक कॉन्स्टिट्यूंसी में 1,70,000 गरीबों के घर में नल से जल पहुंचाने का काम नरेंद्र मोदी जी ने किया. ഒരു മണ്ഡലത്തിൽ മാത്രം 1,70,000 വീടുകളിൽ ഈ പൈപ്പിലൂടെ വെള്ളമെത്തിക്കുന്ന പരിപാടി നരേന്ദ്രമോദി നടപ്പിലാക്കിയുണ്ടായി. और सैकड़ों मछुआरों को मत्स्य संपदा योजना का फायदा देने का काम नरेंद्र मोदी